നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നടന്ന അക്രമം. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം. ആശുപത്രി കേന്ദ്രീകരിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് തുടങ്ങണമെന്നും പ്രതിനിധികൾ. കോൺഗ്രസിൽ നിന്നും പുറത്താക്കി CPM-ലേക്ക് പോയ തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് 3 ദിവസത്തിനു ശേഷം വീണ്ടും കോൺഗ്രസിൽ. റിയാസ് തച്ചമ്പാറയാണ് മനം മാറി വീണ്ടും കോൺഗ്രസിലേക്ക് വന്നത്. കോൺഗ്രസ് വിട്ട് തനിക്ക് ജീവിതമില്ലെന്നും DCC പ്രസിഡന്റിനെതിരെ മോശമായി സംസാരിച്ചതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും റിയാസ്. ഒറ്റപ്പാലം വരോട ബൈക്ക് തടഞ്ഞു നിർത്തി യുവാവിനെ മർദ്ദിച്ച് ബൈക്ക് കവർന്ന സംഭവം. 6 പേർ അറസ്റ്റിൽ. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മുന്നൂർക്കോട് സ്വദേശിയെ ആക്രമിച്ച് സംഘം ബൈക്കുമായി കടന്നത്. മണ്ണാർക്കാട് നഗരസഭയിൽ ലീഗ് കൗൺസിലറുടെ നേതൃത്വത്തിൽ 100ഓളം വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന് LDF നേതാക്കൾ. ചന്തപ്പടി വാർഡ് കൗൺസിലർ C. ഷഫീഖ് റഹ്മാനെതിരെയാണ് ആരോപണം. വോട്ടർമാർ അറിയാതെയാണ് വെട്ടിമാറ്റൽ നടന്നിരിക്കുന്നതെന്നും നടപടി വേണമെന്നും നേതാക്കൾ. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്താൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം. ഒരാഴ്ചക്കകം തന്നെ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കാൻ തീരുമാനം. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് തകർച്ചയും യോഗത്തിൽ ഉന്നയിച്ച് പ്രതിനിധികൾ. ചെർപ്പളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി നഗരസഭ. ബസ് സ്റ്റാൻഡിലെ വഴിയിൽ തടസ്സമായി നിന്നിരുന്ന കിണർ മണ്ണിട്ട് മൂടി. കിണർ മൂടിയതിനെതിരെ കോൺഗ്രസ് രംഗത്ത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനം. അങ്ങാടിപ്പുറം വൈലോങ്ങര ഓരാടംപാലം ബൈപ്പാസ് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഉടമകൾക്ക് നോട്ടീസ് നൽകി. ഈ മാസം 29-നകം മറുപടി നൽകണം. സ്ഥലം കിട്ടിയാൽ വേഗത്തിൽ പ്രവൃത്തികൾ നടപ്പാക്കുമെന്ന് മഞ്ഞളാംകുഴി അലിയമ്മ. വിശദമായ വാർത്തകളിലേക്ക്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ അക്രമ സംഭവത്തിന് പിന്നാലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. ആശുപത്രി കേന്ദ്രീകരിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റ് തുടങ്ങണമെന്നായിരുന്നു പ്രതിനിധികളുടെ നിലപാട്. ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നത് കാലങ്ങളായി പരിഗണനയിലുള്ള പദ്ധതിയാണെന്നും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന്റെ സാഹചര്യത്തിൽ ഇത് നടപ്പാക്കണമെന്നുമാണ് ആവശ്യം. ഇത് സംബന്ധിച്ച് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടത്തിൽ CCTV സ്ഥാപിക്കാനും നടപടി തുടങ്ങി. വ്യാഴാഴ്ച രാത്രിയാണ് ഭാര്യയെ ചികിത്സയ്ക്കെത്തിച്ച് യുവാവ് മദ്യലഹരിയിൽ ഡോക്ടറെയും സുരക്ഷാ ജീവനക്കാരെയും ആക്രമിച്ചത്. അതിഥി തൊഴിലാളികളുടെ വിവരങ്ങൾ പോലീസ് കൃത്യമായി ശേഖരിച്ച് സൂക്ഷിക്കണമെന്ന് പ്രതിനിധികളിൽ ചിലർ ആവശ്യപ്പെട്ടു. ട്രെയിനുകൾക്ക് നേരെ നടന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച കേസുകളിൽ അതിഥി തൊഴിലാളികൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ നടപടി കർശനമാക്കണമെന്നാണ് ആവശ്യം. അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ട്രാക്ക് പരിസരത്ത് പരിശോധനകൾ കർശനമാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച K. പ്രേംകുമാർ MLA നിർദ്ദേശിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി, തഹസിൽദാർ CM അബ്ദുൾ മജീദ് എന്നിവർ പ്രസംഗിച്ചു. ഒറ്റപ്പാലം വരോട ബൈക്ക് തടഞ്ഞു നിർത്തി യുവാവിനെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി മർദ്ദിച്ച ബൈക്ക് കവർന്ന കേസിൽ 6 പേർ അറസ്റ്റിൽ. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് തൃക്കടിരി മുന്നൂർക്കോട് സ്വദേശിയുടെ ബൈക്ക് കവർച്ച ചെയ്യപ്പെട്ടത്. ഒറ്റപ്പാലം ചുനങ്ങാട് പുത്തൻപീടിയക്കൽ വീട്ടിൽ 44-കാരനായ റഫീഖ് എന്ന പീക്കു റഫീഖ്, ഇയാളുടെ മകൻ 19-കാരനായ മുഹമ്മദ് റമീസ്, ഒറ്റപ്പാലം സ്വദേശികളായ മൂച്ചിക്കൽ വീട്ടിൽ 28-കാരനായ അബ്ദുൽ ഗഫൂർ, വെളിച്ചത്തൊടി വീട്ടിൽ 31-കാരനായ മുഹമ്മദ് അനസ്, പടിഞ്ഞാക്കര വീട്ടിൽ 19-കാരനായ അബു താഹിർ, പുതിയറക്കൽ വീട്ടിൽ 25-കാരനായ മുഹമ്മദ് ഷഹനാസ് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇവരെ ഇനി തിരിച്ചറിയൽ പരേഡ് നടത്തും. ശനിയാഴ്ച അർദ്ധരാത്രി 12:45-നാണ് ബൈക്ക് കവർച്ച നടന്നത്. പാലപ്പുറത്തുള്ള ഭാര്യ വീട്ടിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് തൃക്കടിരി മുന്നൂർക്കോട് സ്വദേശി വിപിൻ രാജിന്റെ ബൈക്ക് പ്രതികൾ കവർന്നത്. വരോട് AUP സ്കൂളിന് സമീപം വെച്ച പ്രതികളിൽ 2 പേർ ബൈക്ക് തടഞ്ഞു നിർത്തി കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് വിപിനെ ആളൊഴിഞ്ഞ പാടത്തേക്ക് കൊണ്ടുപോയി മറ്റ് 4 പേർ കൂടി മർദ്ദിക്കുകയും ബൈക്ക് തട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു. ബൈക്ക് പിന്നീട് വരോട് ഭാഗത്തു നിന്നും പോലീസ് കണ്ടെത്തി. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് CPM-ലേക്ക് പോയ തച്ചമ്പാറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് 3 ദിവസത്തിനു ശേഷം കോൺഗ്രസ് വിട്ട് തനിക്ക് ജീവിതമില്ലെന്നും CPM-ൽ തുടരാൻ തനിക്കാവില്ലെന്നും റിയാസ് തച്ചമ്പാറ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന പരാതിയെ തുടർന്നാണ് റിയാസിനെതിരെ DCC പ്രസിഡന്റ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. പുറത്താക്കിയ അന്ന് തന്നെ CPM നേതാക്കൾക്കൊപ്പം എത്തിയ റിയാസ് താൻ CPM-നൊപ്പം നിൽക്കുകയാണെന്ന് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. തുടർന്ന് CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്നറിഞ്ഞപ്പോഴുണ്ടായ മാനസിക സമ്മർദ്ദം മൂലം DCC പ്രസിഡന്റ് A. തങ്കപ്പനെതിരെ മോശമായി സംസാരിച്ചതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് റിയാസ് പറഞ്ഞു. കോൺഗ്രസിനെ ജീവനായി കാണുന്ന തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് തനിക്ക് മരണത്തിന് തുല്യമാണ്. ഈ സാഹചര്യത്തിൽ തച്ചമ്പാറയിലെ CPM DYFI നേതാക്കൾ ആശ്വാസവുമായി എത്തി. അപ്പോഴത്തെ മാനസികാവസ്ഥയിലാണ് CPM-നൊപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞത്.
അവരോടും താൻ ക്ഷമ ചോദിക്കുകയാണ്. മരിക്കുമ്പോൾ ദേഹത്ത് കോൺഗ്രസിന്റെ പതാക പുതയ്ക്കണമെന്നാണ് ആഗ്രഹം. കോൺഗ്രസിൽ നിന്ന് മാറിയ ശേഷം ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത സ്ഥിതിയാണ്. ഈ നിലയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല. കോൺഗ്രസിൽ സ്ഥാനങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. തനിക്കെതിരെ പരാതി നൽകിയ സ്ത്രീ തന്നെ വാർത്താസമ്മേളനം നടത്തിയതിനെ സ്വാഗതം ചെയ്യുന്നു. ലൈംഗിക ആരോപണം എന്ന നിലയിലാണ് പലരും ഇത് പ്രചരിപ്പിച്ചത്. എന്നാൽ പരാതിക്കാരി ലൈംഗിക ആരോപണം ഇല്ലെന്ന് വ്യക്തമാക്കിയതായും റിയാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാലഞ്ച് ദിവസമായിട്ട്, ഏകദേശം കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് എനിക്ക് കോൺഗ്രസ് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് എൻ്റെ മനസ്സിനെ വലിയ തോതിൽ എനിക്ക് പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവൻ്റെ ജീവനും കോൺഗ്രസ്സാണ്. മരണം വരെയും ഒരു കോൺഗ്രസ്സുകാരനായി ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ ആ സമയത്ത് എൻ്റെ ആ ഡിപ്രഷനിൽ എൻ്റെ പ്രാഥമിക അംഗത്വം എന്നെ മാറ്റിയതിൻ്റെ പേരിൽ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ DCC പ്രസിഡന്റ് തങ്കപ്പേട്ടനെ കുറിച്ച് ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് തികച്ചും അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ സ്ഥിരകളിൽ ഓടുന്നത് കോൺഗ്രസിൻ്റെ രക്തമാണ്. ഞാൻ ഒന്നുമല്ലെങ്കിലും, കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നുമല്ലെങ്കിലും, ഒരു കോൺഗ്രസ്സുകാരനായി അവസാനം മരണ സമയത്ത് നെഞ്ഞത്ത് ഒരു കോൺഗ്രസിൻ്റെ പതാക പുതച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് ലയിച്ചു ചേരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിലൊരു അഭിമുഖം നടത്തുന്നത്. ഞാൻ എൻ്റെ ആ സമയത്തെ മാനസിക പ്രയാസം, ആ പ്രയാസപ്പെട്ട സമയത്ത് എന്നെ DYFIയുടെയും CPMന്റെയും നേതാക്കൾ ആ സമയത്ത് എന്നെ ആശ്വസിപ്പിച്ച കാരണം കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭയിൽ ലീഗ് കൗൺസിലറുടെ നേതൃത്വത്തിൽ 100ഓളം വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന് മണ്ണാർക്കാട് നഗരസഭ LDF. വോട്ടർമാർ അറിയാതെ വോട്ടുകൾ വെട്ടിമാറ്റിയ കൗൺസിലർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി വേണമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് ചന്തപ്പടി വാർഡ് കൗൺസിലർ UDFിലെ C ഷഫീഖ് റഹ്മാന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റിയതെന്ന് കൗൺസിലറും CPM ലോക്കൽ സെക്രട്ടറിയുമായ K മൻസൂർ പറഞ്ഞു. ഒരു മാസം നീണ്ടുനിന്ന് ഒരു മാസത്തോളമായി വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുകയും ഒഴിവാക്കേണ്ട ആളുകളെ ഒഴിവാക്കൽ നടപടിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ 4000 വോട്ടോളം പുതുതായി ചേർത്താൻ വിവിധ വാർഡുകളായി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻപിലുള്ള വിഷയം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും വോട്ടെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം തന്നെയാണ്. ആ അവകാശം നിഷേധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുതുതായി വന്ന 21-ാം വാർഡും പഴയ 23-ാം വാർഡ് ചന്തപ്പടിയിലെ 100ഓളം ആളുകളുടെ വോട്ട് വെട്ടുകയും ആ വോട്ട് വെട്ടാൻ വേണ്ടി നേതൃത്വം കൊടുത്തതും രേഖാമൂലം പരാതി കൊടുത്തതും അവിടുത്തെ കൗൺസിലറായ ഷഫീഖ് റഹ്മാനാണ്. ഭിന്നശേഷിക്കാരനായ ആളുടെയും കുടുംബത്തിന്റെയും വോട്ടും വെട്ടിമാറ്റിയതിൽ ഉൾപ്പെടും. നിലവിൽ ഇദ്ദേഹം താമസിക്കുന്ന വീട് തകർന്നു വീഴാറായ സാഹചര്യത്തിലാണ് സമീപ വാർഡിലെ വാടക വീട്ടിലേക്ക് താൽക്കാലികമായി മാറിയത്. ഒഴിവാക്കൽ ലിസ്റ്റിൽ ഈ കുടുംബത്തിന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നതാണ്. എന്നാൽ അന്തിമ ലിസ്റ്റ് വന്നപ്പോൾ ഇവർ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായെന്ന് NCP നേതാവ് സദഖത്തുള്ള പടലത്ത് പറഞ്ഞു. ഇത് ബാധിക്കപ്പെട്ട മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കാലില്ലാത്ത ആളാണ്, അയാൾക്ക് ക്യാൻസർ രോഗമാണ്. ആളുകൾ കൂടിയിട്ടാണ് 6-7 കൊല്ലം മുമ്പ് ഇയാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത്. ആ വീട് പൊട്ടി പൊളിഞ്ഞ് ഇപ്പം മഴയത്ത് അവിടെ കയറി കിടക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അയാൾ നോക്കിയാൽ കാണുന്ന വീട്ടിലേക്ക് വാടകയ്ക്ക് പോകാൻ വഴിയുണ്ടായിട്ടല്ല. ഈ
ആള് 5-10 കൊല്ലമായിട്ട് ഈ കൗൺസിലറായിട്ട് പറയുകയാണ് എനിക്ക് ഒരു വീട് വേണം ലൈഫിൽ. ആ നാട്ടിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഈ മനുഷ്യന് ഇയാൾ വീട് കൊടുത്തില്ല. അത് പോരാത്തതിന് ഇയാളെ വോട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വോട്ട് വെട്ടുക. നാട്ടു നടപ്പുണ്ടോ? ഏതെങ്കിലും ഒരു കൗൺസിലർമാർ എന്താണ് ചെയ്യുക? അവർ കൃത്യമായിട്ട് ജനങ്ങളെ സേവിക്കാനല്ലേ വോട്ട് വെട്ടാൻ ആരെങ്കിലും നിൽക്കും. എന്നിട്ട് കൗൺസിലർ മാത്രമല്ല, അതിന് കൂട്ടത്തിൽ നിൽക്കുന്ന നഗരസഭയില്ലേ, സെക്രട്ടറി അടക്കം മറുപടി പറയണ്ടേ? സെക്രട്ടറിയും അതിൻ്റെ അനുബന്ധ ആളുകളും ഇത് എൻക്വയറി ചെയ്യണ്ടേ? ഈ നാസർ എന്ന് പറയുന്ന നിങ്ങൾക്ക് അടക്കം അറിയാം, നാസറിനെ അറിയാത്ത ആരുമില്ല. എന്നിട്ട് ഇയാള് കാലില്ലാത്ത ആൾ ഈ സ്റ്റെപ്പ് മുഴുവൻ കയറിക്കുക. സ്റ്റെപ്പ് കയറരുതേ, താഴത്തേക്ക് വരണമെന്ന് ഇവർക്ക് പറയണ്ടേ? ഇവർ രാജാക്കന്മാരെന്നുള്ള ഉദ്യോഗസ്ഥര്. ഈ ഉദ്യോഗസ്ഥര് എന്നിട്ട് ഇവരുടെ ക്ലിയറൻസ് ചെയ്ത് വെരിഫിക്കേഷൻ നടത്തിയിട്ട് എന്നിട്ടും വെട്ടിക്കുക. ഇത് ധാർമ്മികപരമാണോ? ഇത് അടി കിട്ടാത്തതിന്റെ കേസല്ലേ? തിരഞ്ഞെടുപ്പിൽ പരാജയഭീതി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ വോട്ടുകൾ വെട്ടിമാറ്റുന്നതെന്ന് CPI നേതാവ് അബൂരാജ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി മണ്ണാർക്കാട് നഗരസഭയിൽ ലൈഫുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിലൊന്നും യാതൊരുവിധ സൗകര്യവും ചെയ്തു കൊടുക്കാത്ത, ആനുകൂല്യങ്ങൾ നൽകാത്ത സാഹചര്യത്തിൽ ഈ വോട്ടുകളൊന്നും തങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് ഇത്തരം ചെയ്തികൾ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, രാജ്യത്ത് വലിയ രീതിയിൽ ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ CAA NRC വിഷയത്തിൽ അതിന് സമാനമായിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തുകൊണ്ട് അവരുടെ പൗരാവകാശത്തെയും മനുഷ്യാവകാശത്തെയും ലംഘിക്കുക എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമാണ്. വോട്ട് വെട്ടിമാറ്റാൻ ഉദ്യോഗസ്ഥരുടെ പങ്കുകൂടി പരിശോധിച്ച് നടപടി വേണമെന്ന് INL നേതാവ് KV അമീർ പറഞ്ഞു. ലൈഫിൽ ഒരു വീട് പോലും നൽകാൻ കഴിയാത്തത് തിരിച്ചടിയാകുമെന്ന ഭീതിയാണ് ഇതിന് പിന്നിലെന്നും അമീർ പറഞ്ഞു. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം. ഒരാഴ്ചയ്ക്കകം തന്നെ ടാറിംഗ് പ്രവൃത്തികൾ നടത്താനും തീരുമാനമായി. പട്ടാമ്പിയിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് ആരംഭിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. മഴ വിട്ടുനിന്നതോടെ പട്ടാമ്പി ടൗണിലെ നവീകരണ പ്രവൃത്തികൾ വീണ്ടും വേഗത്തിലാക്കാൻ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജലവിഭവ വകുപ്പിൻ്റെ പൈപ്പ് മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ച് വരികയാണ്. കൽപ്പക മുതൽ മേലെ പട്ടാമ്പി അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്തെ ആദ്യഘട്ട ടാറിംഗ് ഈ ആഴ്ച തന്നെ നടപ്പാക്കാനും നിർദ്ദേശം നൽകി. മഴ ശരിയാണ്, ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാറി, ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇനി വീണ്ടും മഴ വരും. അതിന്റെ ഇടയിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ ഭാഗത്ത് ചെയ്യാറ്. നേരിട്ട് ഇനി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് മാറ്റാൻ തടസ്സം ഉണ്ടെങ്കിൽ നേരിട്ട് ചെയർപേഴ്സണെ വിളിക്കണം, അല്ലെങ്കിൽ ചെയർപേഴ്സണെ വിളിക്കും. സമയമുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അതിന് നീക്കി ഇപ്പൊ പൈപ്പെല്ലാം വിഷയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ വർക്ക് തുടങ്ങുക. വർക്ക് ഇപ്പൊ നടക്കുന്നല്ലോ, അതൊക്കെ സ്പീഡാക്കിക്കോളൂ. ഇപ്പൊ ഇതുപോലെ മഴ പെയ്യില്ലാന്ന് നമ്മൾ കരുതുന്നു. റോഡ് നവീകരണത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയുള്ള പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. ഈ വിഷയങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കുടിവെള്ളം ലഭ്യമാവാത്ത വിഷയം നാട്ടുകാരെ വലിയ ദുരിതത്തിലാക്കുകയാണെന്നും അവർ സൂചിപ്പിച്ചു. പക്ഷെ ഇത് ചെയ്യുന്നില്ല. അത് കാരണം കൂടെ ഞങ്ങൾക്ക് വെള്ളം മുടങ്ങിയത്. ഇത്രയും ദിവസം വെള്ളം കിട്ടിയിട്ടില്ല. ഇപ്പൊ വീണ്ടും വേറെ പൈപ്പ് നമ്മളിട്ട് കൊടുത്തു, അത് വീണ്ടും പൊട്ടി. അപ്പൊ ഇന്നലെ നമ്മൾ വീണ്ടും തടസ്സമായിരുന്നു. പട്ടാമ്പി ചെറുപ്പശ്ശേരി പാതയിലെ വിവിധയിടങ്ങളിൽ റോഡ് തകർച്ച, കൈപ്പുറം വിളയൂർ റോഡ് നവീകരണവും കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി. അപ്പൊ അവിടേക്ക് വരുന്ന ആളുകൾക്ക് ബൈക്ക് പോലും നിർത്താനുള്ള ഒരു പാർക്കിംഗ് സംവിധാനമില്ല. ആ റോഡ് വളരെ ചെറിയ റോഡാണ്. കാരണം ഞാനവിടെ സന്ദർശിച്ച സമയത്ത് പല ആളുകളും വണ്ടികളുമായി വന്ന് വാഹനങ്ങളുമായി വന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടു. ഞാൻ പിന്നെ CPIയുടെ ഓഫീസിലേക്ക് കയറ്റി നിർത്തിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോയത്. അപ്പോൾ അവിടെ ഒരു പാർക്കിംഗ് സംവിധാനം ഒരുക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമാകുമെന്ന് അഭിപ്രായം. പട്ടാമ്പിയിൽ എക്സൈസ് സർക്കിൾ ഓഫീസ് തുടങ്ങാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാനും താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വലിയ തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ അഭാവം ഇത് വലിയ ഒറ്റപ്പാലം സർക്കിളിന് കീഴിലാണെന്നല്ല. അപ്പൊ നമുക്ക് താലൂക്ക് വികസന സമിതിയുടെ ഒരു പൊതുവികാരമായിട്ട് നമുക്ക് സർക്കാരിനെ അറിയിക്കാൻ പറ്റുന്നതാണ് ഒരു സർക്കിൾ ഓഫീസ് പട്ടാമ്പിയിൽ ആരംഭിക്കണമെന്നുള്ളത്. നേരത്തെ പ്രപ്പോസൽ കൊടുത്തതാണ്. താലൂക്ക് സമിതിയും കൂടി ഒരു ആവശ്യമായിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്യരുത്. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, മുതതല പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി,
കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മു കുട്ടിയടത്തോൾ, തഹസിൽദാർ ടി പി കിഷോർ, ബൂരേഖ തഹസിൽദാർ വി പി സെയ്ദ് മുഹമ്മദ്, തൃത്താല CI മനോജ് ഗോപി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നഗരസഭ. ഇതിന്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിൽ തടസ്സമായി നിന്നിരുന്ന കിണർ മണ്ണിട്ട് മൂടി. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായിട്ടും സാങ്കേതികമായ നിയമക്കുരുക്കുകൾ മൂലം തുറന്നുകൊടുക്കാൻ കഴിയാതിരുന്ന ചെർപ്പുളശ്ശേരിയിലെ പുതിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് തുറക്കാനുള്ള നടപടികളാണ് നഗരസഭ അതിവേഗം സ്വീകരിച്ചു വരുന്നത്. പഴയ ബസ് സ്റ്റാൻഡ് ജീർണാവസ്ഥയിലായതോടെ ബസ് സ്റ്റാൻഡ് പൊളിച്ച് പുതുക്കി പണിയാനുള്ള നടപടികൾ നടന്നുവരികയാണ്. ഇത് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് എത്രയും വേഗം തുറന്നുകൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നത്. ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിൽ ഒരു ഭാഗത്ത് കിണർ നിലനിന്നിരുന്നതും ഈ ഭാഗത്ത് റോഡിന് വീതി കുറഞ്ഞതുമാണ് ബസ് സ്റ്റാൻഡിന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അനുമതി ലഭിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്നത്. ആഴമുള്ള ഈ കിണറിനോട് ചാരി ഭാരവാഹനങ്ങൾ കടന്നുപോയാൽ കിണർ ഇടഞ്ഞു വീണ അപകടമുണ്ടാവാനുള്ള സാധ്യതയും ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. ഈ വിഷയങ്ങൾ കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗത്തിലും ചർച്ചയായിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭയുടെ നിർദ്ദേശപ്രകാരം 6 മീറ്ററോളം വ്യാസമുണ്ടായിരുന്ന കിണർ സ്ഥല ഉടമ മണ്ണിട്ട് മൂടിയത്. എന്നാൽ വേനൽക്കാലത്ത് പോലും വറ്റാത്ത കിണർ മണ്ണിട്ട് മൂടിയതിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. കിണർ നിലനിർത്തിക്കൊണ്ട് ബസ് സ്റ്റാൻഡ് വികസനത്തിന് മറുവശത്ത് സ്ഥലമുണ്ടായിട്ടും അത് ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്നും കൗൺസിലിൽ തീരുമാനമെടുക്കാതെയാണ് കിണർ മണ്ണിട്ട് മൂടിയതെന്നുമാണ് കോൺഗ്രസ് ആരോപണം. ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തെ ആധുനികതയിലേക്ക് വഴി നടത്തിച്ച മഹാസന്യാസി വര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് മന്ത്രി MP രാജേഷ്. ഒറ്റപ്പാലത്ത് SNDP യോഗം താലൂക്ക് യൂണിയൻ ഗുരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദർശനങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ശാന്തി കൊണ്ടും കർമ്മം കൊണ്ടും വിശ്വഗുരുവായി മാറിയ ശ്രേഷ്ഠ ഗുരുവാണ് ശ്രീനാരായണ ഗുരു. മാനവികത, അനുകമ്പ മുതലായവ ഗുരു ഉയർത്തിപ്പിടിച്ചതായി മന്ത്രി പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന്റെ കാരണം? അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന്റെ കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച ദർശനങ്ങളാണ്. ആ ദർശനങ്ങൾ എന്താണ്? വളരെ ലളിതമായിട്ട് മാത്രം ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാവാത്ത ഭാഷയിൽ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. വളരെ ലളിതമായിട്ട് ഗുരു അദ്ദേഹത്തിന്റെ ദർശനം ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. ദർശനം കൊണ്ട് മാത്രമല്ല അദ്ദേഹം മഹാനാവുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നടപ്പാക്കാൻ മുന്നിൽ നിന്ന് നയിക്കുക കൂടി ചെയ്ത സന്യാസിയാണ്. യൂണിയൻ പ്രസിഡന്റ് M. അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. K. പ്രേംകുമാർ MLA, നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി, BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, യൂണിയൻ സെക്രട്ടറി CC ജയൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് C. സതീശൻ ചിറ്റാനിപ്പറ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടംപള്ളി, സെക്രട്ടറി TR ജോഷ്, RDC ചെയർമാൻ സുജീഷ് ചന്ദ്രൻ, വനിതാ സംഘം സെക്രട്ടറി M. സ്വയംപ്രഭ, ഡയറക്ടർ ബോർഡ് അംഗം KR ബാലൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം TP രാമചന്ദ്രൻ, സൈബർ സേന ചെയർമാൻ രാജീവ് മാടമ്പി, MC മനോജ്, K. ദാസൻ, സോമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പീത പതാക ഏന്തിയ നൂറുകണക്കിന് ശ്രീനാരായണീയർ പങ്കെടുത്ത നഗരത്തിലെ വർണ്ണശബളമായ ഘോഷയാത്രയ്ക്ക് ശേഷമാണ് സംഘടനയുടെ ശക്തി വിളിച്ചോതി സാംസ്കാരിക സമ്മേളനം നടന്നത്. ശ്രീനാരായണ ഗുരുജയന്തി മണ്ണാർക്കാടും വിപുലമായി ആഘോഷിച്ചു. SNDP യോഗം മണ്ണാർക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ ആസ്ഥാനത്തും ശാഖകൾ കേന്ദ്രീകരിച്ചും വിവിധ പരിപാടികളോടെയാണ് ജയന്തി ആഘോഷിച്ചത്. ഗുരുദേവന്റെ 171ാമത് ജയന്തി ദിനത്തിൽ മണ്ണാർക്കാട് താലൂക്ക് യൂണിയൻ ആസ്ഥാനത്ത് പ്രസിഡന്റ് NR സുരേഷ് പതാക ഉയർത്തി. യൂണിയൻ ഓഫീസിൽ ഗുരുപൂജ, പ്രാർത്ഥന എന്നിവ നടത്തി. വൈകിട്ട് വിയക്കുറിശ്ശിയിൽ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ വിവിധ ശാഖകളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ പങ്കെടുത്തു. പീതവർണ്ണ കൊടികളേന്തിയ ഘോഷയാത്ര പ്രദേശത്തെ ഗുരുസ്മരണ പുതുക്കലായി. യൂണിയൻ ഓഫീസിൽ നിന്ന് തുടങ്ങി വിയക്കുറിശ്ശി ജംഗ്ഷൻ ചുറ്റി യൂണിയൻ ഓഫീസിൽ ഘോഷയാത്ര സമാപിച്ചു. പൊതുസമ്മേളനം മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യത്വത്തിന് ഏറെ പ്രാമുഖ്യം കൽപ്പിച്ച, മനുഷ്യന്റെ അന്തസ്സിനും അഭിമാനവുമാണ് പ്രധാനമെന്ന് വാദിച്ച, അതിജീവന് വേണ്ടി എത്തിച്ചയാളാണ് ഗുരുദേവനെന്ന് MLA പറഞ്ഞു. ലോകത്തിന് സമ്മാനിച്ച മഹാദാർശനികൻ. ചരിത്രത്തിൽ അങ്ങനെ കുറെ വ്യക്തിത്വങ്ങളുണ്ട്. ലോകമറിയപ്പെടുന്ന ചിന്തകന്മാർ, ദാർശനികന്മാർ. ആ കൂട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സ്ഥാനം ഉള്ളത് എന്ന് നമുക്കറിയാം. മനുഷ്യത്വത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ച, മനുഷ്യന്റെ
അഭിമാനത്തിനും വ്യക്തിത്വത്തിനും അതിനേറെ പ്രാമുഖ്യം കൽപ്പിച്ച മറ്റെന്തും മനുഷ്യന്റെ അന്തസ്സിന്റെ താഴെയാണ് മനുഷ്യൻ. ഇവിടെ പിറന്ന മനുഷ്യർ അത് കറുത്തവരായാലും വെളുത്തവരായാലും പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും വലിയ വിദ്യാസമ്പന്നനാണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും മനുഷ്യന്റെ അന്തസ് അത് വളരെ പ്രധാനമാണ്. അവന്റെ ജാതി ഏതാവട്ടെ, മതമേതാവട്ടെ, കുലമേതാവട്ടെ, ഭാഷയും വേഷവും എന്താവട്ടെ, മനുഷ്യന്റെ അന്തസ്സാണ് പ്രധാനം, മനുഷ്യന്റെ അഭിമാനമാണ് പ്രധാനം എന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ച ഒരു പ്രവാചകനാണ്. അതിനുവേണ്ടി നിലകൊണ്ട ഒരു മഹാമനീഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രസിഡന്റ് NR സുരേഷ് അധ്യക്ഷത വഹിച്ചു. KK വിനോദ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. യൂണിയൻ സെക്രട്ടറി KV പ്രസന്നൻ, NR രജി, KR പ്രകാശൻ, തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു, M രാമകൃഷ്ണൻ, CK ഷാജി, VD വേണുഗോപാൽ, PC ജയപ്രകാശ്, P ചന്ദ്രൻ, പ്രമദ സുരേന്ദ്രൻ, M രാധ, ബിജേഷ്, അനിൽ കണ്ടമംഗലം എന്നിവർ പ്രസംഗിച്ചു. അങ്ങാടിപ്പുറത്തെ വൈലോങ്ങര ഓരാടമ്പാലം ബൈപ്പാസ് റോഡിനെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സ്ഥലം ഉടമകൾക്ക് നോട്ടീസ് നൽകി. ഈ മാസം 29-നകം മറുപടി നൽകാനാണ് നിർദ്ദേശം. സ്ഥലം ഏറ്റെടുത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാകും. അങ്ങാടിപ്പുറത്ത് കോട്ടയ്ക്കൽ വളാഞ്ചേരി റോഡുകളെയും കോഴിക്കോട് റോഡിനെയും ബന്ധിപ്പിച്ച് 9.40 മീറ്റർ ദൈർഘ്യത്തിലാണ് വൈലോങ്ങര ഓരാടമ്പാലം ബൈപ്പാസ് റോഡ് നിർമ്മിക്കേണ്ടത്. റോഡ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വാല്യുവേഷൻ റിപ്പോർട്ടിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു. സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാര തുക നൽകുന്നതിന് നിർമ്മാണ ചുമതലയുള്ള RBDCKയോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിന് 33 ഭൂവുടമകളെ അറിയിച്ചിട്ടുണ്ടെന്നും സ്ഥലം ഏറ്റെടുത്ത് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാൽ വേഗത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്നും മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. വൈലോങ്ങര ഓരോടമ്പാലം ബൈപ്പാസിന്റെ വർക്ക് വളരെ ദ്രുതഗതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അടുത്ത 29-ാം തീയതി ആകുമ്പോഴേക്കും അവിടെയുള്ള 33ഓളം ലാൻഡിന്റെ ഓണേഴ്സ് ഉണ്ട്, ഭൂമിയുടെ ഉടമകൾ. അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 29-ാം തീയതി ആകുമ്പോഴേക്കും അവർ മറുപടി ലഭിക്കുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡർ വിളിക്കാണ്ട് ഏർപ്പാട് വെച്ചു. നിർമ്മാണ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങാടിപ്പുറത്തെ ഈ വലിയ ബ്ലോക്ക് ഒരു പരിധി വരെ കുറേ ഒരു പെർസെൻറ്റേജ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പൊന്നാനി BM കായലിൽ നടന്ന മലബാറിലെ ഏറ്റവും വലിയ ജലോത്സവത്തിൽ മേജർ വിഭാഗത്തിൽ പറക്കും കുതിര ഒന്നാമതെത്തി. മൈനർ വിഭാഗത്തിൽ യുവരാജയ്ക്കാണ് ഒന്നാം സ്ഥാനം. മന്ത്രി V അബ്ദുറഹ്മാൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് ആരവങ്ങൾക്കിടയിൽ 32 വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മേജർ വിഭാഗത്തിൽ 15ഉം മൈനർ വിഭാഗത്തിൽ 17ഉം വള്ളങ്ങൾ മത്സരിച്ചു. ജലോത്സവത്തിൽ പറക്കും കുതിര ഒന്നാമതെത്തി. മൈനർ വിഭാഗത്തിൽ യുവരാജയ്ക്കാണ് ഒന്നാം സ്ഥാനം. മേജർ വിഭാഗം മത്സരത്തിൽ കായൽ കൊമ്പൻ 2ാം സ്ഥാനവും കെട്ടുകൊമ്പൻ 3ാം സ്ഥാനവും നേടി. മൈനർ വിഭാഗത്തിൽ കായൽ കുതിര 2ാം സ്ഥാനവും നാട്ടുകൊമ്പൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ ഭരണകൂടം, DTBC, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെ കൂട്ടായ ആഭിമുഖ്യത്തിലാണ് BM കായൽ ജലോത്സവം നടന്നത്. ജലോത്സവം മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം മുതൽ കോഴിക്കോട്, കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ അതാത് നാടുകളിൽ ആഘോഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ ഇപ്പോൾ തയ്യാറായിട്ട് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നടക്കുന്ന ഓണാഘോഷ യാത്ര അടക്കം ഏറ്റവും നല്ല രീതിയിലാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ജാഥയിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ന് മലബാറിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച കായിക മേളയായിട്ടുള്ള ഈ വള്ളംകളി. ഏറ്റവും സന്തോഷകരമായ ഓണമാണ് ഈ വർഷം മലയാളികൾ ആഘോഷിച്ചത്.
ടൂറിസം വകുപ്പ് ഓണാഘോഷങ്ങൾക്കായി ഏറ്റവും മികച്ച സൗകര്യം സംസ്ഥാനത്ത് ഒട്ടാകെ ഒരുക്കി. മലബാറിലെ ജനശ്രദ്ധയാകർഷിച്ച വള്ളംകളിയാണ് BM കായൽ വള്ളംകളിയെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. P. നന്ദകുമാർ MLA മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ MLA അധ്യക്ഷതയും വഹിച്ചു. ADM NM മെഹറലി, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുംപുറം, പൊന്നാനി തഹസിൽദാർ T. സുജിത്ത്, പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് E. സിന്ധു, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. രാമകൃഷ്ണൻ, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വല്ലപ്പുഴയിൽ കാട്ടുപന്നി വേട്ട. കൃഷിക്ക് ഭീഷണിയായ 15ഓളം കാട്ടുപന്നികളെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗീകൃത ഷൂട്ടർമാരുടെ സഹായത്തോടെ വെടിവെച്ചു കൊന്നു. വല്ലപ്പുഴ പഞ്ചായത്തിൽ കൃഷിക്കും ജീവനും ഭീഷണിയായ 15ഓളം കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. ചേരിക്കല്ല 10ാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫിന്റെയും വാർഡ് മെമ്പർ പ്രദീപയുടെയും ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചറുടെയും നേതൃത്വത്തിലാണ് പന്നിവേട്ട നടത്തിയത്. അംഗീകൃത ഷൂട്ടർമാരായ അലി നെല്ലങ്കര, ദേവകുമാർ വരിക്കത്ത്, ചന്ദ്രൻ വരിക്കത്ത്, മനോജ് മണലായ, ഇസ്മായിൽ താഴേക്കോട്, മുഹമ്മദ് അലി മണ്ണാർക്കാട്, തോമസ് VJ എന്നിവരാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. പരിശീലനം സിദ്ധിച്ച നായ്ക്കളും സഹായത്തിനുണ്ടായിരുന്നു. ചേരിക്കലിൽ ഉൾപ്പെടെ വല്ലപ്പുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പന്നികൾ ഇറങ്ങി കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നതും ജീവന് ഭീഷണിയാകും വിധം ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും അക്രമ സ്വഭാവം കാണിക്കുന്നതും പതിവാണ്. ഈ സാഹചര്യത്തിലാണ് പന്നിവേട്ടയ്ക്ക് പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയത്. യൂത്ത് ലീഗിന്റെ സമരങ്ങൾക്കൊടുവിൽ ദേശീയപാതയിലെ കുഴികൾ അധികൃതർ അടച്ചെങ്കിലും മഴ പെയ്തതോടെ പഴയപടി വീണ്ടും കുഴികൾ രൂപപ്പെട്ടു. തച്ചമ്പാറ മണലുംപുറത്താണ് വീണ്ടും ആളെക്കൊല്ലി കുഴികൾ രൂപപ്പെട്ടത്. യൂത്ത് ലീഗിന്റെ വായടപ്പിക്കാൻ അധികൃതർ ചെയ്ത കള്ളപ്പണിയായിരുന്നു ഇതെന്ന് യാത്രക്കാർ. യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നിരന്തര സമരത്തിനൊടുവിലാണ് കഴിഞ്ഞ മാസം 25-ാം തീയതി മണലുംപുറം ഭാഗത്തെ കുഴികൾ അടച്ചത്. എന്നാൽ അന്ന് രാത്രിയും പിറ്റേന്നും പെയ്ത മഴയിൽ അടച്ച കുഴികൾ അതുപോലെ ഒലിച്ചുപോയി. ഒരു രാത്രി പോലും തികച്ച ആയുസില്ലാത്ത പണിയായി പോയല്ലോ സാറേ എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. വലിയ വാഹനങ്ങൾക്ക് പോലും അപകടം വരുത്തിവെക്കാൻ സാധ്യതയുള്ള അത്രയും വലിപ്പത്തിലുള്ളതാണ് കുഴികൾ. കുഴികളിൽ വാഹനം ചാടിയുണ്ടായ അപകടത്തിൽ 1 വർഷത്തിനുള്ളിൽ 2 പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും പലതവണ കുഴികളടച്ചെങ്കിലും നീണ്ടുനിന്നില്ല. വർഷകാലങ്ങളിൽ നീരുറവയുണ്ടാകുന്ന ഭാഗമാണ് ഇവിടെ. അതിനെ ചെറുക്കുന്ന രീതിയിൽ റോഡ് നന്നാക്കിയാൽ മാത്രമേ വിഷയത്തിന് ശാശ്വത പരിഹാരമാകൂ. ശ്രീകൃഷ്ണപുരം ഖാദി നെയ്ത്ത് കേന്ദ്രം പ്രവർത്തനം നിലച്ചു. പാഴ്വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള സ്ഥലമായി മാറിയിരിക്കുകയാണ് കെട്ടിടം ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യവുമായി INTUC രംഗത്ത് വന്നു. 7 വർഷം മുമ്പ് ശ്രീകൃഷ്ണപുരത്തിന്റെ അഭിമാനമായി സ്വന്തം പട്ടുസാരി പുറത്തിറക്കിയ ശ്രീകൃഷ്ണപുരം ഖാദി നെയ്ത്ത് കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് എന്നിവ സംയുക്തമായാണ് 2018-ൽ ഗ്രാമശ്രീ ശ്രീകൃഷ്ണപുരം ഖാദി നെയ്ത്ത് കേന്ദ്രം തുടങ്ങിയത്. കേന്ദ്രത്തിന് കരിമ്പുഴ തെരുവിൽ നിന്നുള്ള നെയ്ത്തുകാരുടെ സേവനവും തുടക്കത്തിൽ ലഭിച്ചിരുന്നു. ആദ്യ വർഷങ്ങളിൽ നല്ല നിലയിൽ മുന്നോട്ടു പോയെങ്കിലും ക്രമേണ നൂൽനൂൽപ്പ് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. കെട്ടിടം ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. കെട്ടിടത്തിൻ്റെ താഴത്തെ നില ഇപ്പോൾ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം മഴ നനയാതെ സൂക്ഷിക്കാനുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് കെട്ടിടത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ഏതെങ്കിലും വിധത്തിൽ ഇത് ഉപയോഗപ്രദമാക്കാൻ നടപടിയുണ്ടാവണമെന്നും അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VN കൃഷ്ണൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2017-18 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഖാദി നൂൽപ്പ് കേന്ദ്രം അനാഥമായി പൂട്ടിക്കിടക്കുകയാണ്. ആ നൂൽപ്പ് കേന്ദ്രത്തിന് ഉണ്ടാക്കിയ ലക്ഷങ്ങളെന്ന് പറഞ്ഞാൽ കോടിയുടെ അടുത്ത് വരും. അത്രയും വലിയ ഒരു എമൗണ്ടാണ് അവിടെ ചിലവഴിച്ചിട്ടുള്ളത്. അതിലെ നൂൽപ്പ് യന്ത്രങ്ങളും നൂൽപ്പ് കേന്ദ്രം അനാഥമായി മൂടപ്പെട്ട് അതിലിപ്പോൾ ഹരിതശ്രീയുടെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരിക്കുകയാണ്. കുറേ സംഘങ്ങൾ അനാഥമാക്കി ഇടാൻ വേണ്ടി കുറേ ബിൽഡിങ്ങുകൾ നിർമ്മിച്ച് ഇട്ടിരിക്കുന്നത് തികച്ചും അപനീയമാണ്. ഇതിന് ഒന്നുകിൽ ഈ കെട്ടിടം വേറെ ഒന്നിനും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ നെയ്ത്ത് കേന്ദ്രമാക്കിയില്ലെങ്കിൽ നെയ്ത്ത് തൊഴിലാളികൾക്ക് വിട്ടുകൊടുക്കാനോ അതിനു വേണ്ട ഉപോൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ് പഞ്ഞിയോ കൊടുക്കാതെ ഇവിടെ നിലനിർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹരിത കർമ്മസേനക്കാർ കൊണ്ടുവരുന്ന ഈ സാധനങ്ങൾ, ഈ വേസ്റ്റുകൾ സ്റ്റോക്ക് ചെയ്യാനെങ്കിലും ആയിട്ട് അതിന് തുറന്നു കൊടുത്ത് അത് ഒരു ഉപയോഗപ്രദമാക്കണം. അതല്ലെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ
ഇതിനെതിരായ ഒരു പ്രക്ഷോഭവും മറ്റുമായി നമ്മൾ മുന്നോട്ട് പോകും. അതേസമയം ഖാദി കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു. ഓണമായതിനാലാണ് തൊഴിലാളികൾ ഒരാഴ്ച അവധിയെടുത്തതെന്നും MCFൽ സ്ഥലം കുറവായതിനാലാണ് ഖാദി കേന്ദ്രത്തിന്റെ വരാന്തയിലേക്ക് മാലിന്യച്ചാക്കുകൾ വെച്ചിട്ടുള്ളതെന്നും ഇത് മാറ്റുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. നമ്മുടെ MCFന്റെ മുൻവശത്താണ് ഖാദി ബോർഡ്, ഈ ഖാദി കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ MCFൽ ഉള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളും നിറഞ്ഞു കവിയുമ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത് ഖാദിയുടെ വരാന്തയിൽ നമ്മളുടെ പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കുകയും അത് നമ്മൾ എല്ലാ മാസവും 1-2 ദിവസം അവിടെ വെച്ച് 3-ാമത്തെ ദിവസം നമ്മൾ ലോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീൻ കേരള കമ്പനി അതിൻ്റെ ലോഡ് കയറ്റിക്കൊണ്ട് പോവുകയും അങ്ങനെ 2 ദിവസങ്ങൾക്ക് ഓരോ മാസവും നമ്മൾ അത് കളക്ട് ചെയ്ത് അവിടെ വെക്കുകയും അത് അടുത്ത ദിവസം തന്നെ അത് നമ്മൾ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഖാദി നമ്മുടെ MCFന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അവിടെ പുതിയൊരു കെട്ടിടത്തിന് ഫണ്ട് ലഭിക്കുകയും ടെൻഡർ ചെയ്ത് കരാറുകാരൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവിടെ MCFന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തും. അതിനുശേഷം എന്തായാലും നമ്മുടെ ഖാദി ബോർഡിൽ അത് നമ്മുടെ പ്ലാസ്റ്റിക് വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇതിൽ തന്നെ MCFന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഹാളിൽ തന്നെ അതെല്ലാം ചെയ്തുകൊണ്ട് അതിൻ്റെ സെഗ്രിഗേഷൻ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കെട്ടിടത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ മഴയുടെ സാഹചര്യത്തിൽ മാത്രമാണ് നമ്മുടെ അതിൻ്റെ വരാന്തയിൽ ഈ പ്ലാസ്റ്റിക്കുകൾ വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരത്തിൽ 1ാം സമ്മാനമായി സ്വന്തം മകന് സൈക്കിൾ കിട്ടിയപ്പോൾ മറ്റു കുട്ടികളെയും നിരാശരാക്കാതെ അവർക്കും സൈക്കിൾ വാങ്ങി നൽകി പിതാവ്. വല്ലപ്പുഴ സ്വദേശിയായ AC നൌഷാദ് ബാബുവാണ് സ്വന്തം മകൻ്റെ സന്തോഷത്തോടൊപ്പം മറ്റു കുട്ടികളുടെയും മുഖത്ത് പുഞ്ചിരി വിരിയിച്ചത്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി വല്ലപ്പുഴ മലപ്പുറം ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മഹലിലെ 3 പള്ളികളിൽ 50 ദിവസം തുടർച്ചയായി 5 നേരത്തെ നമസ്കാരം നിർവഹിച്ച കുട്ടികൾക്ക് സൈക്കിൾ സമ്മാനമായി നൽകാനുള്ള തീരുമാനം. മലപ്പുറം ചലഞ്ചേഴ്സ് ക്ലബ്ബാണ് നവീന ആശയം മുന്നോട്ട് വച്ചത്. 5 കുട്ടികളാണ് പരിപാടിയിൽ നേട്ടത്തിന് അർഹരായത്. നറുക്കെടുപ്പിലൂടെ AC നൌഷാദ് ബാബുവിൻ്റെ മകൻ അഫ്നാൻ വിജയിയായി. സ്വന്തം മകന് സൈക്കിൾ സമ്മാനമായി ലഭിച്ചതിൻ്റെ സന്തോഷത്തോടൊപ്പം മറ്റ് 4 കുട്ടികളെയും നിരാശരാക്കാതെയാണ് നൌഷാദ് ബാബു അവർക്കും സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് ഒരേപോലത്തെ സൈക്കിൾ വാങ്ങി നൽകി കുഞ്ഞുമുഖങ്ങളിൽ പുഞ്ചിരി വിജയിച്ചത്. മദ്രസയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് ബാപ്പുട്ടി കുട്ടികൾക്ക് സൈക്കിൾ കൈമാറി. മുല്ലക്കുട്ടി ഉസ്താദ് അധ്യക്ഷനായി. മഹല്ല് സെക്രട്ടറി അബ്ബാസ് ഹാജി, ഖത്തീബ് ഷെരീഫ് ഫൈസി, മലപ്പുറം കൂട്ടായ്മ സെക്രട്ടറി ജാഫർ അലി, വാർഡ് മെമ്പർ റഹീം, സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ T മുജീബ്, M സിദ്ദിഖ്, AC നൌഷാദ് ബാബു, K ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. മഹല്ലിലെ വിവിധ പ്രദേശങ്ങളിലുള്ള നിസ്കാരപ്പള്ളി, മഹല്ലിലെ ജുമാഅത്ത് പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സൈക്കിൾ സമ്മാനം നൽകുമെന്ന് ഒരു ചലഞ്ച് വെച്ചിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തുവെങ്കിലും കൃത്യമായി ഈ 50 ദിവസവും ജമാഅത്തിന് കൂടുതൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 പേരും നമ്മുടെ കൂടെ വന്നപ്പോൾ അതിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതാവുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരാളെ നമ്മൾ തിരഞ്ഞെടുത്തു. അത് അഫ്നാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ആ അഫ്നാൻ്റെ പിതാവ് AC ബാബു എന്നിവരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. അത് നമ്മൾ നബിദിനത്തിൻ്റെ അന്ന് ഇവിടെ വെച്ചിട്ട് നമ്മളത് വിതരണം ചെയ്തപ്പോൾ അഫ്നാൻ്റെ ഉപ്പാക്ക് വലിയൊരു മനോവിഷമം, മറ്റുള്ള കുട്ടികളുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാൻ കഴിയുകയും ആ കുട്ടികൾക്ക് തൻ്റെ വകയായിട്ട് എല്ലാവർക്കും ഓരോ സൈക്കിൾ ദാനം ചെയ്യുക എന്നുള്ള നല്ല ഒരു മനസ്സ് മൂപ്പരിൽ നിന്ന് ഉത്ഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും മൂപ്പരുടെ വകയായിട്ട്, ബാക്കിയുള്ള എല്ലാവർക്കും മൂപ്പരുടെ വകയായിട്ട് സൈക്കിൾ ദാനം ചെയ്തു. അത് സ്തുത്യർഹമായ പ്രവർത്തനമാണ്. അത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹവും മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ഒരു ആത്മബോധവും ഐക്യവും സ്നേഹവും മാനുഷിക പരിഗണനയൊക്കെ ഉണ്ടാവുന്നവർക്ക് അതിൽ നിന്ന് അതൊക്കെ ഉണ്ടാവുള്ളൂ. JCI ഇന്ത്യയുടെ വാരാചരണത്തിൻ്റെ ഭാഗമായി JCI കൊപ്പം സെപ്റ്റംബർ 9 മുതൽ 15 വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ മേഖലകളിലായാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1ാം ദിവസം രാവിലെ 9 മണിക്ക് JCI കൊപ്പം ഓഫീസിൽ ഫ്ലാഗ് ഓഫ് നടത്തി വാരാചരണത്തിന് തുടക്കം കുറിച്ച് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിക്കും. 2ാം ദിവസം സോൺ ലെവൽ ഉദ്ഘാടനത്തോടൊപ്പം കൊപ്പം കാഡിസ് വിമൻസ് കോളേജിൽ സ്കിൽ വർക്ക്ഷോപ്പ് JC ഉഷ പൂർണിമയുടെ നേതൃത്വത്തിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കൊപ്പം സിയാറ്റ് കോളേജിൽ ലൈഫ് സ്കിൽ ഡിജിറ്റൽ ട്രെയിനിങ്ങും പ്രൗഡ് JC ക്യാമ്പയിനും നടക്കും. 3ാം ദിവസം വിവിധ സ്ഥലങ്ങളിൽ ഹെൽത്ത് ചെക്കപ്പ്,
സൂംബ, യോഗ പ്രോഗ്രാമുകൾ, 4-ാം ദിവസം ബിസിനസ് റീൽ മാരത്തോൺ, ബിസിനസ് ബോർഡ് ക്രിയേഷൻ എന്നിവ നടക്കും. 5-ാം ദിവസം ഹ്യൂമൻ ഡ്യൂട്ടീസ് ക്യാമ്പയിൻ, ഒപ്പുശേഖരണം, 6-ാം ദിവസം ന്യൂ മെമ്പേഴ്സ് ഇവന്റ് ക്യാമ്പയിൻ എന്നിവയും 7-ാം ദിവസം സെലിബ്രേഷൻ ഡേയും ആചരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാരാചരണം സെപ്റ്റംബർ 9 മുതൽ 15-ാം തീയതി വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളാണ് JCI ഇന്ത്യയിലുടനീളം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ JCI-ക്കൊപ്പം ഈ വാരാചരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഓരോ ദിവസവും നടത്തേണ്ട പ്രോഗ്രാമുകൾ കൃത്യമായി ചാർട്ട് ചെയ്ത് അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ദിവസം JCI ഫ്ലാഗ് ഓഫോടുകൂടെ JCI-ക്കൊപ്പം ഓഫീസിൽ നിന്ന് തുടങ്ങുന്ന പ്രോഗ്രാം, അതിനുശേഷം ഇതിൻ്റെ JCI വീക്ക് വാരാചരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, 2-ാമത്തെ ദിവസം ട്രെയിനിങ് ഡേ ആയിട്ടുള്ള 2-ാമത്തെ ദിവസം കാഡിസ് വുമൻസ് കോളേജിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കായി സ്കിൽ വർക്ക്ഷോപ്പ്. വാർത്താസമ്മേളനത്തിൽ JCI-ക്കൊപ്പം പ്രസിഡന്റ് JFM VTM മുസ്തഫ, IPP ജെസി ശിഹാബ് ഷിബു, സെക്രട്ടറി JFM അബ്ദുൾ റഹ്മാൻ MK, JCI വീക്ക് കോർഡിനേറ്റർ ജെസി അബ്ദുൽ ഗഫൂർ PP എന്നിവർ പങ്കെടുത്തു. പ്രഗത്ഭ പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായിരുന്ന കുമരമ്പത്തൂർ AP മുഹമ്മദ് മുസ്ലിയാരുടെ 9ാമത് ഉറൂസ് മുബാറക്ക് സമാപിച്ചു. പൊതുസമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ അവരെ ഒക്കെ അധികം ഒരേ സമയത്ത് നമുക്ക് ജീവിക്കുമ്പോൾ ആ ആളുകൾ ചെയ്യപ്പെടുന്നതിനോടനുബന്ധിച്ച കർമ്മങ്ങൾ കൂടിയാണ്. ബന്ധപ്പെട്ടവരോട് ഒന്ന് പ്രത്യേക ഒരു ദുശ്ശീലത്തോട് കുമ്മരമ്പത്തൂർ പള്ളിക്കുന്നിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ 100കണക്കിന് ആളുകൾ പങ്കെടുത്തു. മഖ്ബറ സിയാറത്തിന് ശേഷം നടത്തിയ മൗലിദ് സദസ്സിന് കൊടക്കാട് സയ്യിദ് ഇമ്പിച്ചുകോയ തങ്ങൾ നേതൃത്വം നൽകി. സ്വാഗത സംഘം ചെയർമാൻ കാസി C മുഹമ്മദ് കുട്ടി ഫൈസി അധ്യക്ഷത വഹിച്ചു. അലവി ഫൈസി കുളപ്പറമ്പ്, M ഷംസുദ്ദീൻ MLA, പഴേരി ഷെരീഫ് ഹാജി, CP വാപ്പു മുസ്ലിയാർ, കൊടക് അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ, KC അബൂബക്കർ ദാരിമി, C മുഹമ്മദ് അലി ഫൈസി, സുഹൈൽ റഹ്മാനി, P അബൂബക്കർ ഫൈസി തുടങ്ങിയവർ പ്രസംഗിച്ചു. വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് നൂറെ അജ്മീർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി. സമാപന സമ്മേളനം സമസ്ത സെക്രട്ടറി അബ്ദുള്ള മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ലക്കിടി സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പൂക്കളമിട്ടും മത്സരങ്ങൾ സംഘടിപ്പിച്ചും സദ്യ വിളമ്പിയും താഴേക്കോട് അരക്കുപറമ്പ് കുറ്റിപ്പുളി ശാന്തിനഗർ നിവാസികൾ ഒരുമിച്ച് ഓണം ആഘോഷിച്ചു. ചതയ ദിനത്തിലാണ് 30ഓളം വീട്ടുകാർ ഒരുമിച്ച് ആഘോഷം അവിസ്മരണീയമാക്കിയത്. ഓണം ഓർമ്മകൾ പങ്കുവച്ചും കളിച്ചിരിയുമായി അവർ ചതയദിനം ആഘോഷമാക്കി. സുന്ദരിക്ക് പൊട്ടുതൊടൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, വടംവലി ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ എല്ലാവരും പങ്കാളികളായി. ജാതി മത അതിർവരമ്പുകൾക്ക് തങ്ങൾക്കിടയിൽ സ്ഥാനമില്ലെന്ന് ശാന്തിനഗർ കൂട്ടായ്മ പ്രസിഡന്റ് OK രാജൻ പറഞ്ഞു. കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് തൊട്ട് ഇതേമാതിരി ആഘോഷം ഞങ്ങൾ നടത്തിയിരുന്നു. വളരെ വിജയകരമായിരുന്നു ആഘോഷം. അതുപോലെ തന്നെയാണ് ഈ ഓണം അതുപോലെ തന്നെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഞങ്ങളൊരു തുടക്കമാണ്. എല്ലാ ജാതിമത വിഭാഗങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് എല്ലാവരുടെയും ആഘോഷങ്ങൾ ഇനി മുതൽ കൊണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് ആഘോഷിക്കുകയും ഞങ്ങളുടെ ഈ കൂട്ടായ്മ നിലനിർത്തുകയും ഇത് നാടിനൊരു മാതൃകയായി ഞങ്ങളുടെ ഈ കൂട്ടായ്മ വളരുകയും ചെയ്യും. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനെല്ലാവരുടെയും പിന്തുണ. പൂക്കളവും ഓണസദ്യയും ആഘോഷത്തെ കൂടുതൽ വർണ്ണാഭമാക്കി. കഴിഞ്ഞ ചെറിയ പെരുന്നാളിനാണ് ശാന്തിനഗർ കൂട്ടായ്മയ്ക്ക് 30ഓളം വീട്ടുകാർ ചേർന്ന് രൂപം നൽകിയത്. അന്ന് സമാനമായി ഇവർ ഒരുമിച്ച് പെരുന്നാളും ആഘോഷിച്ചിരുന്നു. തലമുറകൾക്കപ്പുറം ഈ കൂട്ടായ്മ നിലനിൽക്കുമെന്ന് സെക്രട്ടറി CP ഉസ്മാൻ പറഞ്ഞു. എല്ലാവർക്കും ഒരു മാതൃകയായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് സാധിച്ചതിൽ വലിയ സന്തോഷവും എല്ലാവരുടെ പിന്തുണയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും വരും നാളുകളിൽ ഞങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹവും. ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകുമെന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസവും.
കൂട്ടായ്മ അംഗങ്ങളായ എൻ അബ്ദുൽ ഖാദർ, എം സത്താർ, പി വി ജാഫർ, കെ അഷ്റഫ്, എ പ്രവീൺ, കെ ടി രാഹുൽ, കെ ഹരിദാസൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ നോക്കാം. ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷനിൽ ഓണാഘോഷവും വാർഷികാഘോഷവും നടന്നു. ഡോക്ടർ സോനു സോമൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രാവിലെ അസോസിയേഷൻ അംഗങ്ങൾ ചേർന്ന് പൂക്കളമിട്ടു. തുടർന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന വിഷയത്തിൽ ഡോക്ടർ സോനു സോമൻ ക്ലാസ് എടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ വില്ലത്ത് അധ്യക്ഷനായി. സെക്രട്ടറി രാജീവ് ശ്രീചിത്ര വാർഷിക റിപ്പോർട്ടും ട്രഷറർ PM രവീന്ദ്രൻ നമ്പൂതിരിപ്പാട് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളായ ഒരു പുരുഷനെയും സ്ത്രീയെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ശ്രീകൃഷ്ണപുരത്ത് നിന്നും ബൈക്കിൽ ഹിമാലയൻ യാത്ര നടത്തിയ മണികണ്ഠൻ ദീപ്തി ദമ്പതികളെയും ചടങ്ങിൽ അനുമോദിച്ചു. പി ഗോപാലകൃഷ്ണൻ, PB ഹരിദാസ്, ഭാസ്കരൻ കൃഷ്ണശ്രീ, സുപ്രിയ മനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ കായിക പരിപാടികളും മത്സരങ്ങളും നടന്നു. ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായി. പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി ചെർപ്പശ്ശേരി കരുമാനാംകുറിശി ചിന്ത കലാസാംസ്കാരിക കൂട്ടായ്മ തുടക്കമിടുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ ശേഖരണത്തിലേക്ക് ശബരി ഗ്രൂപ്പ് ശ്രീകുമാർ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി. കട്ടിൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് നൽകിയത്. പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിനായി ചിന്ത കലാസാംസ്കാരിക കൂട്ടായ്മയുടെ പുതിയ ചുവടുവെപ്പാണ് ചിന്ത പാലിയേറ്റീവ്. കിടപ്പുരോഗികൾക്കും പാവപ്പെട്ടവർക്കും അസുഖം വരുമ്പോൾ വലിയ ചിലവ് വരുന്ന ഉപകരണങ്ങൾ ആവശ്യമായി വന്നാൽ അത് എത്തിച്ചു നൽകുകയും ഉപയോഗശേഷം തിരിച്ചു വാങ്ങി അണുവിമുക്തമാക്കി മറ്റു രോഗികൾക്ക് ഉപയോഗിക്കാൻ നൽകുകയുമാണ് ലക്ഷ്യം. ഇതിനുവേണ്ടിയാണ് കൂട്ടായ്മ മെഡിക്കൽ ഉപകരണങ്ങൾ സ്വരൂപിക്കുന്നത്. കട്ടിൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളാണ് SK ശ്രീകുമാർ ചിന്തയ്ക്ക് നൽകിയത്. ചിന്ത കൺവീനർ MR രാജേഷ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. മറ്റ് കമ്മിറ്റി അംഗങ്ങളായ TP രാധാകൃഷ്ണൻ, ബാലകൃഷ്ണൻ, സുധാകരൻ, പ്രതീഷ്, ലൂയിസ് ഹെൽത്ത് കെയർ ഉടമ രാജേഷ് എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പാവപ്പെട്ട രോഗികൾക്ക് ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ സമാഹരണം നമ്മൾ ആലോചിക്കേണ്ടായിരുന്നു. വളരെ സന്തോഷമെന്ന രീതിയിൽ പറയാൻ ഒരു കാരണവശാൽ ഒരു കാര്യത്തിൽ സന്തോഷമാണ്. മറ്റത് പാവപ്പെട്ട രോഗികൾക്കാണ് ഇത് കൊടുക്കണമെങ്കിൽ പോലും, കാരണം നമ്മൾ അവിചാരിതമായിട്ടാണ് നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങൾ നമ്മൾ സമാഹരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഇത് തരാൻ വേണ്ടി തയ്യാറാകുകയും അദ്ദേഹം നമ്മളറിയാതെ തന്നെ നമ്മൾ മറ്റൊരാളെ ഏർപ്പെടുത്തി നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇത് പാവപ്പെട്ട രോഗികൾക്ക് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതല്ലാതെ മറ്റു ഉപകരണങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമായിട്ടുള്ള ആളുകൾ പാവപ്പെട്ട രോഗികളുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും അവരുടെ ഉപയോഗശേഷം അത് തിരിച്ച് ഞങ്ങളെ ഭദ്രമായിട്ട് ഏൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കരുവാനാംകുറിശി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചിന്ത കലാ സാംസ്കാരിക കൂട്ടായ്മ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത് എനിക്കറിയാം. കാരണം രാജേഷിനെ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും എനിക്ക് അനുഭവസ്ഥനാണ്. രാജേഷിൻ്റെ നേതൃത്വത്തിലൊരു വലിയ ആൾക്കാരുടെ കൂട്ടായ്മ തന്നെ, ഒരുപാട് ആൾക്കാരുടെ പ്രവർത്തനത്തിനുണ്ട്. അങ്ങനെയാണ് അവസാനമായിട്ടൊരു പാലിയേറ്റീവ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം വേണ്ട ആൾക്കാർക്ക് അത്യാവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സഹായം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് വന്നത്. ആവശ്യക്കാരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കാൻ ഈ കൂട്ടായ്മയ്ക്കൊന്നും കഴിയട്ടെ. ഒരുപാട് പേർക്ക് അസുഖങ്ങളെല്ലാം ഭേദമായി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രി ആനമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. 900 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പരിശോധന നടത്തി. പെരിന്തൽമണ്ണ അൽസലാമ കണ്ണാശുപത്രി ആനമങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമുമായി സഹകരിച്ചാണ് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്.
അൽസലാമയിലെ ഒപ്റ്റോമെട്രിസ്റ്റുകളായ വി അലി അക്ബർ, പി ഹന, എസ് ഫൗസിയ, ടി സന, ടി സഹല, പി നിഹാല, പി ആലിയ എന്നിവർ വിദ്യാർത്ഥികളെ പരിശോധിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സെയ്ദ് ആലിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 12 മണിക്കൂർ മൊബൈലാണ്. മൊബൈൽ തന്നെ കണ്ണ് കെടുത്തിട്ടുണ്ടാവും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടില്ല, കുറച്ച് കഴിയുമ്പോൾ അനുഭവപ്പെടും. അത് എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് പറയാനും അതായിരിക്കും. അത് മുൻകൂല വീട്ടിൽ പോയാൽ കണ്ണ് കിടുന്നതിന് വിചാരിച്ചാൽ കണ്ണ് കിടുന്നില്ല, കേട് വരാനുള്ള സാധ്യതയുണ്ട്. അത് കണ്ടുപിടിക്കാനും അവർ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് അത് പറയും, തുടർന്ന് അതിൻ്റെ പോളപ്പുണ്ടാവുകയും വേണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ ഡയറക്ടർ സയ്യിദ് അലി കരിമ്പനയ്ക്കൽ, സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു PS, അൽസലാമ ക്യാമ്പ് കോർഡിനേറ്റർ പി അംജദ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി ഷൗക്കത്ത്, വാസുവാനമങ്ങാട്, അധ്യാപകരായ എ കണ്ണൻ, നിഷാജി തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ ഇപ്പോൾ ഏകദേശം 900 കുട്ടികൾക്ക് ഒരു ദിവസം കൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഒരു അവസരം ഇവർ തന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടി നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ഇത്തരം സഹായം ചെയ്തു തരുന്ന ആ ഹോസ്പിറ്റലിൽ സാരഥികൾ, അതുപോലെ അവിടുത്തെ ഫാക്കൾട്ടീസ്, അതുപോലെ വിദ്യാർത്ഥികളെയൊക്കെ നമ്മുടെ വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഈ സാഹചര്യത്തിൽ ഈ അവസരത്തിന് വേണ്ടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ കൂടാതെ വലിയ അവസരം വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം ശരിക്കും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കണം. നടത്തിയ ക്യാമ്പുകളിൽ, സ്കൂളുകളിലൊക്കെ നടത്തിയ ക്യാമ്പുകൾ കാര്യമായിട്ട് കുട്ടികൾക്കുള്ള ഒരു അസുഖം ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ മൊബൈൽ യുഗത്തിൽ കൂടുതൽ സമയം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നോക്കി തറപ്പിച്ച് നോക്കി, പ്രത്യേകിച്ച് ഈ റീൽസ് കാണുന്നവർക്കാണ് കൂടുതൽ അപകടം എന്നാണ് പറയുന്നത്. കാരണം റീൽസിൽ വളരെ ഷാർപ്പായിട്ടാണ് എല്ലാവരും നോക്കുക. അത് ചിലപ്പോൾ വീട്ടിൽ പിന്നെ ലൈറ്റൊക്കെ അണച്ച് രക്ഷിതാക്കൾ കാണരുത് എഴുതിയിട്ട് ആ ഫുൾ ലൈറ്റിൽ മൊബൈൽ കാണുമ്പോൾ കണ്ണിന് അത്രയും അപകടമാണ്. 900ഓളം വിദ്യാർത്ഥികളെ ക്യാമ്പിൽ കണ്ണ് പരിശോധിച്ചു. അധ്യാപകരും ജീവനക്കാരും പരിശോധന നടത്തി. ഇത്തരത്തിൽ 13,000ഓളം സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പുകൾ അൽസലാമ കണ്ണാശുപത്രി സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ ക്യാമ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 8,000-ലധികം പേർക്ക് സൗജന്യ ശസ്ത്രക്രിയ നടത്തി. 2003 മുതൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന അൽസലാമ കണ്ണാശുപത്രിയിൽ ഇതുവരെ 22 ലക്ഷത്തിലധികം ചികിത്സ നടത്തിയിട്ടുണ്ട്. വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് അൽസലാമ കണ്ണാശുപത്രി. തച്ചനാടുകര ചോളോട് മഹല്ല് മുനവീറുൽ ഇസ്ലാം മദ്രസ നബിദിനത്തിൻ്റെ ഭാഗമായി ക്രാഫ്റ്റ് എക്സ്പോ നടത്തി. വിദ്യാർത്ഥികളുടെ കലാവിരുതിൽ നിർമ്മിച്ച കാബ, താജ്മഹൽ, ഹിറ ഗുഹ എന്നിവയാണ് പ്രദർശിപ്പിച്ചത്. പേപ്പർ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, തെർമോക്കോൾ, പ്ലാസ്റ്റിക് കവറുകൾ തുടങ്ങിയവ കൊണ്ടാണ് കുട്ടികൾ ഇവ നിർമ്മിച്ചത്. ശ്രീകൃഷ്ണൻ മംഗലാംകുന്ന് ലെജൻഡ്സ് ഓഫ് ചിറയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ഓണാഘോഷം നടന്നു. വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഷാജി, വിഷ്ണു, നിതിൻ, ജിബിൻ, അനി, നിഖിൽ, നീരജ്, വിപിൻ, രാകേഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നടന്ന അക്രമം. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ആവശ്യം. ആശുപത്രി കേന്ദ്രീകരിച്ച് പോലീസ് 8 പോസ്റ്റ് തുടങ്ങണമെന്നും പ്രതിനിധികൾ. കോൺഗ്രസിൽ നിന്നും പുറത്താക്കി CPM-ലേക്ക് പോയ തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് 3 ദിവസത്തിനു ശേഷം വീണ്ടും കോൺഗ്രസിൽ. റിയാസ് തച്ചമ്പാറയാണ് മനം മാറി വീണ്ടും കോൺഗ്രസിലേക്ക് വന്നത്. കോൺഗ്രസ് വിട്ട് തനിക്ക് ജീവിതമില്ലെന്നും DCC പ്രസിഡന്റിനെതിരെ മോശമായി സംസാരിച്ചതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും റിയാസ്. ഒറ്റപ്പാലം വരോട് ബൈക്ക് തടഞ്ഞു നിർത്തി യുവാവിനെ മർദ്ദിച്ച് ബൈക്ക് കവർന്ന സംഭവം. 6 പേർ അറസ്റ്റിൽ. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മുന്നൂർക്കോട് സ്വദേശിയെ ആക്രമിച്ച് സംഘം ബൈക്കുമായി കടന്നത്. മണ്ണാർക്കാട് നഗരസഭയിൽ ലീഗ് കൗൺസിലറുടെ നേതൃത്വത്തിൽ 100ഓളം വോട്ടുകൾ വെട്ടിമാറ്റിയെന്ന് LDF നേതാക്കൾ. ചന്തപ്പടി വാർഡ് കൗൺസിലർ C ഷഫീഖ് റഹ്മാനെതിരെയാണ് ആരോപണം. വോട്ടർമാർ അറിയാതെയാണ് വെട്ടിമാറ്റൽ നടന്നിരിക്കുന്നതെന്നും നടപടി വേണമെന്നും നേതാക്കൾ. പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്താൻ താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം. ഒരാഴ്ചക്കകം തന്നെ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കാൻ തീരുമാനം. പട്ടാമ്പി ചെർപ്പളശ്ശേരി റോഡ് തകർച്ചയും യോഗത്തിൽ ഉന്നയിച്ച് പ്രതിനിധികൾ. ചെർപ്പളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി നഗരസഭ. ബസ് സ്റ്റാൻഡിലെ വഴിയിൽ തടസ്സമായി നിന്നിരുന്ന കിണർ മണ്ണിട്ട് മൂടി. കിണർ മൂടിയതിനെതിരെ കോൺഗ്രസ് രംഗത്ത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനം. അങ്ങാടിപ്പുറം വൈലോങ്ങര ഒരാടംപാലം ബൈപ്പാസ് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഉടമകൾക്ക് നോട്ടീസ് നൽകി. ഈ മാസം 29-നകം മറുപടി നൽകണം. സ്ഥലം കിട്ടിയാൽ വേഗത്തിൽ പ്രവൃത്തികൾ നടപ്പാക്കുമെന്ന് മഞ്ഞളാംകുഴി അലി MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.